പാചകവാതകക്ഷാമം സകല മേഖലകളെയും ബാധിച്ചു. ഹോട്ടലുകൾ പൂട്ടിയിടാനൊരുങ്ങുന്നു എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നഗരങ്ങളിൽ മറ്റു പലയിടങ്ങളിൽ നിന്ന് വന്ന് താമസിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരുണ്ട്. ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർ, ഹോട്ടലുകളിൽ നിന്ന് ആഹാരം കഴിക്കുന്നവർ, എന്താണ് അവരുടെ അവസ്ഥ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർ തന്നെ താമസിക്കുന്ന ഹോസ്റ്റലൊക്കെ അടയ്ക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്കും ടെൻഷനാണ്. ഇപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുകയല്ലേ, അപ്പോൾ ഇങ്ങനെ ഹോസ്റ്റലൊക്കെ അടയ്ക്കാന്നൊരു സാഹചര്യം വരുമ്പം നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് പുറത്തുനിന്നാവുന്ന ഫുഡ് അതോ ഇവിടെ കിട്ടുകയാണ്? നമ്മൾ ഇവിടെ നിന്നാണ് കഴിക്കുന്നത് നോർമലി. പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ അടയ്ക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇനി പുറത്തും കടകളൊക്കെ ക്ലോസ് ചെയ്യാമെന്നാണ് കേട്ടത്. അപ്പം നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. PSC, UPSC, ബാങ്ക്, റെയിൽവേ പരീക്ഷകൾക്കുള്ള പരിശീലനത്തിനായി നിരവധി പേരാണ് തിരുവനന്തപുരം നഗരത്തിലുള്ളത്. തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയിലെയും കൊച്ചിയിൽ ക്യുസാറ്റിലെയും വിദ്യാർത്ഥികളും അവരെ കേന്ദ്രീകരിച്ചുള്ള ഹോസ്റ്റലുകളും, സംസ്ഥാനമാകെ വർക്കിംഗ് വിമൻസ് വിഭാഗത്തിൽപ്പെടുന്നവർ വേറെ. ഉന്നത വിദ്യാഭ്യാസത്തിനും ഉപജീവനത്തിനുമായി നാടുമാറി വന്നവരുടെ ഭക്ഷണം ഒന്നുകിൽ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ. സ്വയം പാകം ചെയ്തു കഴിക്കുന്നവരുടെ എണ്ണം താരതമ്യേന വളരെ കുറവാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും തൊഴിലാളികളുമായി 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും ഇടയിലുള്ള ജനം ഹോസ്റ്റലുകൾ ജീവിക്കുന്നവരും പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നവരുമാണെന്നാണ് കണക്ക്. ഇനിയിപ്പോൾ അറിയില്ല എന്ത് ചെയ്യണം. നല്ല ടെൻഷൻ ഉണ്ട്, എങ്ങനെയാവും ഫുഡിൻ്റെ കാര്യം എന്നൊക്കെ ഓർത്തിട്ട്. ഇപ്പോൾ തന്നെ ഗ്യാസ് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് വാർഡൻ. അപ്പോൾ ഫുഡൊക്കെ കുറയ്ക്കേണ്ടി വരും, ഇപ്പോൾ കഞ്ഞിയൊക്കെ ആക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താവും അറിയില്ല. അപ്പോൾ ഉള്ളതും കൂടെ ഇല്ലാണ്ടാവുമോ എന്നുള്ള പേടിയുണ്ട്. ഫുഡ് എങ്ങനെയാവും എന്നൊക്കെ ഓർത്ത്. തിരിച്ചു പോകും അങ്ങനെ വന്നാൽ? തിരിച്ചു പോകേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ഉണ്ട്. ചിലപ്പോൾ പോകേണ്ടി വന്നാൽ പോവും. ഗാർഹികോപയോഗത്തിനുള്ള പാചകവാതകത്തിന് തത്കാലം കാര്യമായ പ്രതിസന്ധി ഇല്ലെന്ന് സർക്കാർ. നാടുമാറി ജീവിക്കുന്നവരുടെ പ്രശ്നം അതുകൊണ്ട് പരിഹരിക്കപ്പെടില്ല. വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറുകൾ ഹോട്ടലുകൾക്കും ഹോസ്റ്റലുകൾക്കും കിട്ടാത്തത് ഈ വിഭാഗത്തിന്റെ ജീവിതവും പഠനവും പ്രതിസന്ധിയിലാക്കും. പുറത്ത് ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കാറ് സാധാരണ. നിലവിലുള്ള സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഹോട്ടലുകളൊക്കെ പൂട്ടാൻ പോവാണെന്നൊക്കെ പറയുന്നുണ്ട്, പാചകവാതകം കിട്ടാതെ. ന്യൂസ് കണ്ടായിരുന്നു. ബുദ്ധിമുട്ടിലാണ്. യുദ്ധത്തിൻ്റെ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു, നമ്മളതിൻ്റെ പാർട്ടല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇപ്പം നമ്മളെ ബാധിച്ചു തുടങ്ങിയപ്പം നമ്മളതിനെക്കുറിച്ച് അറിയുന്നുണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ആദ്യം പാർട്ടിക്കാരൊക്കെ പ്രതികരിച്ചപ്പോഴും നമ്മൾ ചോദിക്കുമായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ഒരു വില മനസ്സിലാക്കുന്നത്. നമ്മളെയും ബാധിക്കുന്നുണ്ട് അത്. ഇറാനും അമേരിക്കയും ഇസ്രയേലുമാണ് യുദ്ധത്തിലെ പങ്കാളികൾ. ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ലല്ലോ എന്ന് വിചാരിച്ചിരുന്ന ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള പലർക്കും ഇപ്പോഴാണ് യുദ്ധത്തിന്റെ ഗൗരവം മനസ്സിലായത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ധനം കടന്നുവരേണ്ടത് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമസ് കടലിടുക്ക് വഴി. കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്തു ചെയ്യുന്നു എന്ന ആശങ്കയോടെ നിരീക്ഷിക്കുകയാണ് ജനം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.